എൻ്റെ അപ്പ എന്നെ കോമൻകൃഷ്ണൻ എന്ന് എൻ്റെ അപ്പയുടെ പേര്. എൻ്റെ അപ്പയും അമ്മയും കൂടിയാണ് എന്നെ എടുത്ത് വളർത്തുന്നത്. എൻ്റെ വീട് ആക്ച്വലി കൈതാരമാണെങ്കിൽ ഞാൻ വളർന്നത് എല്ലാം കിടാമംഗലത്ത് നിന്നാണ്. അവിടെയാണ് അപ്പയും അമ്മയും. ഈ പുള്ളിക്ക് എൻ്റെ കല ഭയങ്കര ഇഷ്ടമാണ്. എന്നെ എങ്ങനെയെങ്കിലും പ്രോത്സാഹിപ്പിക്കും. ഞാൻ അഭിനയിച്ചാണ് തുടങ്ങുന്നത് തന്നെ. അതായത് പഠിക്കാൻ ഭയങ്കര മോശമാണ്. അപ്പോൾ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ 7 മണിയാകുമ്പോഴേക്കും പുസ്തകമൊക്കെ എടുത്ത് വെച്ചിട്ട് ഇംഗ്ലീഷ് വായിക്കും. അപ്പക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് ഇങ്ങനെ സോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പ ഫ്രണ്ടിൽ ഇങ്ങനെ കസേര ഇരുന്നിട്ട് ആണോ എൻ്റെ മോൻ പഠിക്കണ അപ്പട്ടെ അല്പം വിദ്യാഭ്യാസമുള്ള ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ ചേട്ടനുണ്ട്. പുള്ളി ജോലി കഴിഞ്ഞ് പോകുമ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ ഇവൻ നിങ്ങളെ പറ്റിക്കും ഇവനെ ചോദ്യം. അപ്പൊ അങ്ങനെ അവിടം തൊട്ടേ ഈ കുസൃതിയും അങ്ങനെയുള്ള കലയുടെ തുടക്കവും അവിടെ നിന്നാണ്. അങ്ങനെ ഒരു ഋതം, ഒരു താളം എപ്പോഴോക്കോ ഇങ്ങനെ വന്ന്. അതിനൊക്കെ പ്രധാന കാരണം എൻ്റെ അപ്പ, എൻ്റെ അവരൊക്കെ ഉണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. ആ ഋതം കിട്ടണ എനിക്ക് എൻ്റെ ഗ്രാമങ്ങളിൽ നിന്നാണ്, അവിടെ നിന്നാണ്, സംശയമില്ലാത്ത കാര്യം തന്നെ. രസികനിലെ ആ ക്യാരക്ടർ, രസികനില് ദിലീപന്റെ സുഹൃത്തൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ ഒരു സംഭവം, അതിലേക്ക് എങ്ങനെയാണ് ലാൽ ജോസ് സാറിന്റെ അടുത്തേക്ക്? അത് ഇതുപോലെ തന്നെ ജെയ്സൺ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് ലാൽ ജോസ് സാറ് കണ്ടു, ദിലീപേട്ടനെ കണ്ടു. അങ്ങനെ ഒരുപാട് എൻജോയ് ചെയ്തൊരു ക്യാരക്ടറാണ്. അതെ അതെ, അത് എൻജോയ് ചെയ്തെന്നുള്ളത് പടത്തില് അത് തന്നെ രസമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു എന്താണ് കപിൽ ദേവിന്റെ 6 അടി 4 അടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ അത് മറ്റേ പനമ്പിള്ളി, മറ്റേ ഇവിടെ മണപ്പാട്ടി പറമ്പിൽ സെറ്റിട്ട് ഒരു നല്ല സാധനം വരുന്നത്. നല്ല ഒരു നമുക്ക് അങ്ങനെ തന്നെ പറിച്ചു വിട്ടു. അത് എല്ലാം കൊണ്ടും രസമായിട്ടൊരു സാധനമായിരുന്നു. സുധീഷ് ചേട്ടൻ അതിന്റെ പ്രൊഡ്യൂസർ, ലാൽ ജോസ് സാറൊക്കെ ശരിക്കും നല്ലൊരു പടമായിരുന്നു. എനിക്ക് തോന്നണേ ഈ TV വന്ന് കണ്ട അത് ഭയങ്കരമായിട്ട് ഇതായി. അതുപോലെ സത്യം സിനിമ പൃഥ്വിരാജിന്റെ, അത് ഞാൻ അടുത്ത് ചോദിക്കാൻ പറ്റും. അത് ഇതുപോലെ തന്നെ സത്യം സിനിമയും ഇതുപോലെ തന്നെ വിനയേട്ടന്റെ പടം ഇങ്ങനെ വന്നു. പൃഥ്വിരാജിന്റെ കൂടെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും പലരും എന്നോട് ചോദിക്കും പൃഥ്വിരാജിന്റെ കൂടെ ഒന്ന് ഇങ്ങനെ നിങ്ങൾക്ക് ആ ഒരു കോംബോ വന്നോടെ. നല്ല കത്തിപാലൻ വന്നിട്ട് കൂട്ടിലടച്ചിരുന്നതും. പക്ഷെ ആ കൂട്ടിലടച്ചിട്ടില്ല, അതിലെനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു ഡയലോഗ് ഉണ്ട്, ഇയാളെ രക്ഷപ്പെട്ടാ ആ സാധനം നല്ലൊരു അടിപൊളി സംഭവമാണ്. അറിയാണ്ട് തന്നെ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മള് പ്രതീക്ഷിക്കണില്ല അങ്ങനെ ഒരു സംഭവം അവിടെ വരും എന്നുള്ളത്. പിന്നെ അതില് ബാബുരാജൊക്കെ ഇടിക്കുന്ന ഇടി എന്ന് പറഞ്ഞാൽ അക്രമ ഇടിയല്ലേ. ശരിക്കും അതില് ആ ഒരു വിയോഗം വളരെ വേദനാജനകമാണ്. അത് ശരിക്കും അധ്വാനിച്ച് ശരിക്കും നല്ല കഷ്ടപ്പെട്ട ഒരു പടം തന്നെയാണ് അത്. ബാബുരാജ് ഇങ്ങനെ ഇരിക്കല്ലേ, ഇടി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ആയിരിക്കും ക്യാമറ ട്രിക്കാണെന്ന്. എന്താ നല്ല കൊള്ളലുണ്ട്. അങ്ങനെ ശരിക്കും അധ്വാനിച്ച ഇഷ്ടപ്പെട്ടൊരു പടമാണ്. എനിക്ക് ഇപ്പോഴും TV കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പടം. സത്യത്തിലാണോ വാണ്ടറിലാണ് ആദ്യം ചെയ്ത? വാണ്ടറാണ് ഫസ്റ്റ്. വാണ്ടർ മുരളി നാഗവള്ളി. വാണ്ടർ കഴിഞ്ഞ ശേഷമാണ് സത്യം വന്നത് മണപ്പാട്ടി പറമ്പിൽ. ഇപ്പൊ ഈ സിനിമാ ജീവിതമാണെങ്കിലും ഇപ്പൊ ഈ തൊഴിലും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ അതല്ലെങ്കിൽ അതിന്റെ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രതിഷേധമോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മള് ലീവ് എടുക്കാമല്ലോ നമുക്ക്. ഇപ്പൊ ചെറുതായിട്ട് ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഒരാൾ ഒരു വർക്കിന് പോകുമ്പോഴേക്കുള്ള ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാകാം. അങ്ങനെയാണല്ലോ. ഇപ്പൊ നിങ്ങൾ ഒരു 10 പേര് ഇവിടെ ജോലി ചെയ്യുന്നു. 10 പേര് ജോലി ചെയ്യുമ്പോൾ 2 പേര് ഇടക്കിടക്ക് എന്തെങ്കിലും നുണയം പറഞ്ഞിട്ട് പോകുന്നു. അപ്പൊ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരില്ലേ? അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകും. പക്ഷെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ വർക്ക് വന്നാൽ നമുക്ക് ലീവ് എടുത്ത് പോവാം. ലോങ് ലീവ് 5 വർഷം വരെ ലോങ് ലീവ് എടുക്കാം.